രാമായണ ക്വിസ്. കിഷ്കിന്ധാകാന്ഡം. രാമായണത്തിലെ 4-ാമത്തെ കാണ്ഡം ഏതാണ്? കിഷ്കിന്ധാകാന്ഡം. സീതയെ അന്വേഷിച്ച് സഞ്ചരിച്ചിരുന്ന ശ്രീരാമനെയും ലക്ഷ്മണനെയും ആദ്യം കണ്ട വാനരശ്രേഷ്ഠൻ ആര്? ഹനുമാൻ. ശ്രീരാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ ഹനുമാൻ ആദ്യം ഏത് വേഷത്തിലാണ് സമീപിച്ചത്? ബ്രഹ്മചാരിയുടെ വേഷത്തിൽ. അഞ്ജനാദേവിയുടെയും കേസരിയുടെയും പുത്രനായ രാമഭക്തൻ ആരാണ്? ഹനുമാൻ, ആഞ്ജനേയൻ. ഹനുമാൻ ഏത് ദേവന്റെ അനുഗ്രഹത്താൽ ജനിച്ചതിനാലാണ് വായുപുത്രൻ എന്നറിയപ്പെടുന്നത്? വായുദേവൻ. ശ്രീരാമ ലക്ഷ്മണന്മാരെ പരീക്ഷിച്ച് അവരുടെ യഥാർത്ഥ വിവരം അറിയാൻ ഹനുമാനെ ബ്രഹ്മചാരി വേഷത്തിൽ അയച്ചത് ആരാണ്? സുഗ്രീവൻ. ഹനുമാൻ ശ്രീരാമനെയും ലക്ഷ്മണനെയും ആരുടെ അടുക്കിലേക്കാണ് കൊണ്ടുപോയത്? സുഗ്രീവന്റെ അടുക്കൽ. ഹനുമാനും സുഗ്രീവനും ഭയന്ന് ഒളിച്ചു താമസിച്ചിരുന്ന ബാലിക്ക് പ്രവേശനമില്ലാത്ത ആ പർവ്വതത്തിന്റെ പേരെന്താണ്? ഋഷ്യമൂകാചലം, ഋഷ്യമൂക പർവ്വതം. ബാലിക്ക് ഋഷ്യമൂക പർവ്വതത്തിൽ പ്രവേശിക്കാൻ കഴിയാതിരിക്കാൻ കാരണമായ ശാപം നൽകിയത് ഏത് മഹർഷിയായിരുന്നു? മദംഗ മഹർഷി. ശ്രീരാമനും സുഗ്രീവനും തമ്മിലുള്ള സൗഹൃദത്തിന് സാക്ഷിയായ ദേവൻ ആര്? അഗ്നിദേവൻ. സുഗ്രീവന്റെ രാജ്യം പിടിച്ചെടുത്തതും ഭാര്യയെ സ്വന്തമാക്കിയതും ആരായിരുന്നു? ബാലി. സുഗ്രീവന്റെ മൂത്ത സഹോദരനായ വാനരവീരൻ ആരാണ്? ബാലി. സുഗ്രീവന്റെ പിതാവ് ആരാണ്? സൂര്യദേവൻ. സുഗ്രീവന്റെ ഭാര്യയുടെ പേര് എന്തായിരുന്നു? റൂമ. ബാലിയുടെ പിതാവ് ആരാണ്? ഇന്ദ്രദേവൻ. ബാലിയുടെ ഭാര്യ ആരായിരുന്നു? താര. ബാലിയുടെയും താരയുടെയും പുത്രനായ വാനരവീരൻ ആരാണ്? അംഗദൻ. ബാലിയും സുഗ്രീവനും രാജാക്കന്മാരായി ഭരിച്ചിരുന്ന വാനര രാജ്യത്തിന്റെ പേര് എന്താണ്? കിഷ്കിന്ധാ രാജ്യം. ഇന്ദ്രൻ ബാലിക്ക് സമ്മാനിച്ച എതിരാളിയുടെ ശക്തിയുടെ ഒരു ഭാഗം ബാലിയിലേക്ക് പകരുന്ന വിദ്യാഭരണം ഏതാണ്? കാഞ്ചനമാല. സീതയെ രാവണൻ ആകാശമാർഗം ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകുമ്പോൾ താഴേക്ക് എറിഞ്ഞ ആഭരണങ്ങൾ ആരാണ് ശേഖരിച്ച് സൂക്ഷിച്ചത്? സുഗ്രീവൻ. ശ്രീരാമന്റെ ശക്തിയെക്കുറിച്ചുള്ള സുഗ്രീവന്റെ സംശയം മാറ്റുന്നതിനായി ശ്രീരാമൻ ആദ്യം പ്രകടിപ്പിച്ച വീരകൃത്യം എന്തായിരുന്നു? ദുന്ദുഭിയുടെ അസ്ഥികൂടം കാലുകൊണ്ട് ദൂരേക്ക് തെറിപ്പിച്ചു. തുടർന്ന് സുഗ്രീവന്റെ വിശ്വാസം ഉറപ്പിക്കുന്നതിനായി ശ്രീരാമൻ ഒരൊറ്റ അമ്പുകൊണ്ട് തുളച്ചു കടന്നത് എത്ര ശാലവൃക്ഷങ്ങളെയാണ്?
7 ശാലവൃക്ഷങ്ങളെ. ബാലിയുമായുള്ള ആദ്യ പോരാട്ടത്തിൽ സുഗ്രീവനെ സഹായിക്കാൻ ശ്രീരാമൻ അമ്പ് ഉപയോഗിക്കാതിരുന്നതിൻ്റെ കാരണം എന്തായിരുന്നു? ബാലിയെയും സുഗ്രീവനെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ. രണ്ടാം യുദ്ധത്തിൽ ബാലിയുമായി പോരാടുന്ന സുഗ്രീവനെ തിരിച്ചറിയാൻ ലക്ഷ്മണൻ സുഗ്രീവന്റെ കഴുത്തിൽ എന്താണ് അണിയിച്ചത്? ഗജപുഷ്പമാല. ബാലിയെ ശ്രീരാമൻ എവിടെ ഒളിഞ്ഞു നിന്നാണ് അമ്പെയ്തത്? മരത്തിന്റെ മറവിൽ നിന്ന്. മരണസമയത്ത് ബാലി തന്റെ മകനെ ആരുടെ സംരക്ഷണത്തിലാണ് ഏൽപ്പിച്ചത്? ശ്രീരാമന്റെ. ബാലിയുടെ മരണശേഷം കിഷ്കിന്ധയുടെ രാജാവായത് ആര്? സുഗ്രീവൻ. കിഷ്കിന്ധയുടെ യുവരാജാവായി നിയമിക്കപ്പെട്ടത് ആര്? അംഗദൻ. മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ വാഗ്ദാനം പാലിക്കാതിരുന്നപ്പോൾ ശ്രീരാമന്റെ സന്ദേശവുമായി കിഷ്കിന്ധയിലേക്ക് പോയത് ആര്? ലക്ഷ്മണൻ. ലക്ഷ്മണന്റെ കോപം ശമിപ്പിക്കാൻ ആദ്യം എത്തിയതാര്? താര. തുടർന്ന് സുഗ്രീവൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? വാനരസേനയെ സീതാന്വേഷണത്തിനായി 4 ദിക്കുകളായി അയച്ചു. സീതാന്വേഷണത്തിനായി തെക്ക് ഭാഗത്തേക്ക് പോയ വാനരപ്പടയുടെ നേതാവ് ആരായിരുന്നു? അംഗദൻ. തെക്കൻ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അംഗങ്ങൾ ആരെല്ലാമായിരുന്നു? ഹനുമാൻ, അംഗദൻ, ജാംബവാൻ. സീതയ്ക്ക് തന്റെ ദൂതനാണെന്ന് തെളിയിക്കാൻ ഹനുമാന്റെ കൈവശം ശ്രീരാമൻ നൽകിയ അടയാളം ഏതാണ്? മുദ്രമോതിരം. സീതാന്വേഷണത്തിനിടെ അംഗദന്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണ ദിക്കിലേക്കുള്ള വാനരസംഘം ആദ്യം പ്രവേശിച്ച അത്ഭുത ഗുഹയുടെ പേര് എന്തായിരുന്നു? ഹൃഷ്യബിലം. ഹൃഷ്യബിലത്തിൽ വാനരന്മാരെ സ്വീകരിച്ച തപസ്വിനി ആരായിരുന്നു? സ്വയംപ്രഭ. സ്വയംപ്രഭ വാനരന്മാരെ ഗുഹയിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുവന്നു? തന്റെ തപശക്തിയാൽ. സമുദ്രതീരത്ത് നിരാശനായിരുന്ന വാനരന്മാർക്ക് സീതയുടെ വിവരം പറഞ്ഞുകൊടുത്തത് ആര്? സമ്പാതി. സമ്പാതി ആരുടെ സഹോദരനായിരുന്നു? ജടായുവിന്റെ. സീത എവിടെയാണുള്ളതെന്നാണ് സമ്പാതി വാനരന്മാരോട് വെളിപ്പെടുത്തിയത്? ലങ്കയിലെ അശോകവനത്തിൽ. സീതാന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രായം ചെന്ന നേതാവ് ആരായിരുന്നു? ജാംബവാൻ. കരടികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജാംബവാൻ.
ഹനുമാനെ തൻ്റെ ശക്തി ഓർമ്മിപ്പിച്ച് സമുദ്രം ചാടാൻ പ്രേരിപ്പിച്ചത് ആര്? ജാംബവാൻ. കിഷ്കിന്ധാകാണ്ഡത്തിൻ്റെ അവസാനം ഹനുമാൻ എന്ത് ചെയ്യാനാണ് ഒരുങ്ങിയത്? സമുദ്രം ചാടി ലങ്കയിലേക്ക് പോകാൻ.